ഫ്ലൈറ്റ് കയറിയിരുന്നു. അത്യാവശ്യം ലെഗ് സ്പേസ് ഒക്കെ ഉണ്ട് നമുക്ക്. കാല് വെച്ചിട്ട് ഇത്ര സ്പേസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കാലൊക്കെ വയ്ക്കാം എക്സ്റ്റെൻഡ് ചെയ്ത്. സ്ക്രീനൊന്നുമില്ല, ബഡ്ജറ്റ് എയർവേസ് ആയതുകൊണ്ട്. പിന്നെ ഫുഡൊക്കെ ഉണ്ട്. ഫുഡിൻ്റെ ഇതിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ യൂറോയിൽ വെച്ച് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല. പുറത്തുനിന്ന് കഴിക്കുന്ന ചാർജസ് ഒക്കെ തന്നെയുള്ളൂ. ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ട്, ഒക്കെ പേ ചെയ്യണം ഇതിൽ. അടുത്ത ഫ്ലൈറ്റിൽ പേ ഒന്നും ചെയ്യണ്ട, ഇതിൽ ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അടുത്തടുത്ത് സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും ഇരിപ്പുണ്ട്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റ് ആട്ടോ. ഒരു സൈഡിൽ 3 സീറ്റും ഒരു സൈഡിൽ 2 സൈഡിലും 3 സീറ്റ് വെച്ചാണ്. അങ്ങനെ 6 സീറ്റാണ്. പുറകോട്ടാണേലും പിന്നെ അത്യാവശ്യം വലിയ ഫ്ലൈറ്റാണ്. പുറമേ നിന്ന് കാണുമ്പോൾ ചെറുതായിട്ട് തോന്നിയാൽ പോലും അകത്ത് കയറുമ്പോൾ വലിപ്പം തോന്നിക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 4 മണിക്കൂർ പറന്ന് സ്റ്റാൻഫോർഡ് എയർപോർട്ടിൽ നിന്ന് പറന്ന് നമ്മൾ ഇസ്താൻബുളിൽ ലാൻഡ് ചെയ്യാൻ പോകുന്ന ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. ഇപ്പോൾ തുർക്കിയുടെ എയർ സ്പേസിലാണ് നമ്മൾ. തുർക്കിയുടെ എയർ സ്പേസിലുള്ള സീ ഓഫ് മാർമറ എന്ന് പറയുന്ന കടലിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് കറങ്ങിയാണ് ഇസ്താൻബുൾ എയർപോർട്ടിലോട്ട് ലാൻഡ് ചെയ്യാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങളിലുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യും. നമ്മളങ്ങനെ ഇസ്താൻബുളിൽ ലാൻഡ് ചെയ്തു. ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ഹഗിയ സോഫിയയിലോട്ട് പോകാൻ വേണ്ടി. അപ്പം ഇനി ഇമിഗ്രേഷൻ ചെയ്യാം, എന്നിട്ട് കാണാം. അങ്ങനെ ഇവിടെ ഇമിഗ്രേഷനിൽ വന്ന് നിൽക്കുകയാണ് പുറത്തിറങ്ങാൻ വേണ്ടി. പാസ്പോർട്ട് കൺട്രോൾ എന്ന് പറഞ്ഞ് ഒരു ലൈനുണ്ട്, അതിൻ്റെ അകത്താണ് പുറത്തിറങ്ങണമെങ്കിൽ നമ്മൾ നിൽക്കേണ്ടത്. ആ ലൈനിൽ നിൽക്കുകയാണ് എല്ലാവരും. എല്ലാവരും ഇവിടെ നിൽക്കുവാണ്. ഇവിടെ നിന്ന് ഇനി ഇമിഗ്രേഷൻ ചെയ്ത് വേണം പുറത്തിറങ്ങാൻ. അപ്പോൾ നമ്മളിപ്പോൾ ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങി. പെട്ടെന്ന് തന്നെ നമുക്ക് പറ്റും കേട്ടോ. ജസ്റ്റ് പാസ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റാമ്പ് ചെയ്ത് ഇങ്ങ് തരും. ഇവിടെ ഇപ്പോൾ ടെമ്പറേച്ചർ 28 ഡിഗ്രിയാണ്. വെയിലുണ്ടായിരുന്നു നമ്മൾ ഇറങ്ങിയപ്പോൾ. ഇനിയിപ്പോൾ നമുക്ക് വൈകിട്ട് 9:10 ഇവിടുന്ന് ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഹാഗിയ സോഫിയ കാണാൻ പോവുകയാണ്. നമ്മൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട്, അതേ കയറി അത് കാണാൻ പോകും. ഇപ്പോൾ 2:10. അപ്പോൾ നമുക്ക് അതുവരെയുള്ള ടൈമുണ്ട്. ശരിക്കും നമ്മൾ നേരത്തെ വരേണ്ടതായിരുന്നു, പക്ഷേ എന്നാ പറയണേ, ഫ്ലൈറ്റ് അവിടെ നിന്ന് ഡിലേ ആയിപ്പോയി. അതുകൊണ്ടാണ് നേരത്തെ വരാൻ പറ്റാത്ത. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ, ഏകദേശം 2 മണിക്കൂറല്ല, 1 മണിക്കൂർ നേരത്തെ വരേണ്ടതായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് കൂടെ സമയം കിട്ടിയേനെ. ഇനി വൈകുന്നേരം ഒരു 7 മണിയാകുമ്പോഴത്തേനും അടുത്തത് ഇമിഗ്രേഷൻ ചെയ്യാൻ വരണം. പക്ഷേ അത് ഈ എയർപോർട്ടിൽ നിന്നല്ല, നമ്മൾ വേറെ എയർപോർട്ടിൽ നിന്നാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ടാക്സി ബുക്ക് ചെയ്തായിരുന്നു. ടാക്സിക്കാരൻ പറഞ്ഞു പില്ലർ 12-13 ഇടയ്ക്കാണ്. ഇവിടെ നമ്മൾ 12 കാണാം. ഇനി 12-13 ഇടയ്ക്കാണെന്നാണ് പറഞ്ഞത്. നമുക്കതൊന്ന് പോയി നോക്കാം. എയർപോർട്ടിൻ്റെ പുറമാണ്. ക്ലൈമറ്റൊക്കെ നല്ലതാണ്. നമ്മുടെ ആൾ വന്നേ ഇവിടെ. ഈ ആളിവിടെ ഉണ്ടായിരുന്നു. ഈ ആളാണ് ഇപ്പോൾ ഡ്രൈവറെ വിളിക്കും. അതാ ടാക്സി കമ്പനിയാണ്. നമ്മളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇവിടെ ടാക്സി വരുമെന്നാണ് പറഞ്ഞത്. വണ്ടി ബുക്ക് ചെയ്തവനാണ്. ഈ വണ്ടിയാണ് നമുക്ക് വോക്സ്വാഗൻ്റെ ട്രാൻസ്പോർട്ടാണ് നമുക്ക് കിട്ടിയേക്കണേ. ഇതിൽ ലഗേജെല്ലാം കയറ്റി വെച്ച് പോവാം. ഇവിടെ റോഡുകളൊക്കെ ഇങ്ങനെയാണ്. അത്യാവശ്യം യൂറോപ്യൻ നിലവാരമുണ്ട്. നമുക്ക് ഇവിടുന്ന് ഒരു അരമണിക്കൂർ മേളിൽ ട്രാവലുണ്ട് ഹാഗിയ സോഫിയയിലോട്ട്. ഇപ്പോൾ ഇസ്താൻബുളിൻ്റെ ടൗൺ പ്രദേശങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമുക്ക് രാവിലെ അവിടെ ചെന്നിറങ്ങിയോണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് ടൗണിൽ. നല്ല ട്രാഫിക് ഉണ്ട് നമ്മൾ പോകുന്ന വഴിയൊക്കെ. നമ്മുടെ ഡ്രൈവർ നാവിഗേറ്റർ നോക്കുമ്പോൾ പല വഴികളും ഭയങ്കര ട്രാഫിക്കാണ്. ഇപ്പോൾ നമ്മൾ അരമണിക്കൂർ എന്നുള്ളത് ഏകദേശം ഒരു 3/4 മണിക്കൂറോളം എടുക്കും എന്നുള്ള രീതിക്കാണ് പുള്ളി പറഞ്ഞത്.
അപ്പോൾ നമ്മളത് കണ്ടുകൊണ്ട് ഇങ്ങനെ പോവുകയാണ്. ടൗണൊക്കെ നല്ല നീറ്റാണ്. പിന്നെ റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. ജസ്റ്റ് റൈറ്റ് ഹാൻഡ് ഡ്രൈവാന്നുള്ള പ്രത്യേകത മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം യു കെയിലെ സ്റ്റൈലാണ്. യൂറോപ്പിലെന്ന് പറയാൻ പറ്റില്ല, കാരണം യൂറോപ്പിലോട്ട് യു കെ അയർലൻഡ് ഒഴിച്ച് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം റൈറ്റ് ഹാൻഡ് ഡ്രൈവാണ്. അപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിൽ കൂടെയാണ് വണ്ടി ഓടിച്ചുകൊണ്ട് പോവുക, ലെഫ്റ്റിന് പകരം. ബാക്കി റൗണ്ട് അബൌട്ടും ഓവർ ബ്രിഡ്ജും ഇൻ്റർസെക്ഷൻസും എല്ലാം സെയിമാണ്, വ്യത്യാസമൊന്നുമില്ല. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ വന്നിറങ്ങിയ എയർപോർട്ട് വ്യത്യാസമുണ്ട്. അത് കഴിഞ്ഞ് ഇവിടെ ഒരു പകലാണ് സ്പെൻഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് വൈകുന്നേരം വേറെ എയർപോർട്ടിൽ നിന്നാണ് പോകുന്നത്. വന്നിറങ്ങിയ എയർപോർട്ടാണെങ്കിൽ നമ്മൾ സബിയ ഗോക്കൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇനി ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം പോകുന്നത് ഇസ്താൻബുൾ എയർപോർട്ടിൽ നിന്നും. അങ്ങനെ പോകുമ്പോൾ ഡ്രൈവർ പറഞ്ഞ് ഭയങ്കര ട്രാഫിക്കാണ്, നമുക്ക് ടോൾ എടുത്ത് പോവുകയാണെങ്കിൽ വേറെ ഒരു വഴിക്ക് പോകാമെന്ന് പറഞ്ഞു. അതിപ്പോൾ ചെറിയ കടലിൻ്റെ അടി പോലത്തെ സ്ഥലത്തോടെയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ടോളെടുത്ത് അത് പാസ് ചെയ്ത് പോവാണ്. ഈ കടലിൻ്റെ അടിയിൽ കൂടെ പോകുന്ന ഈ തുരങ്കം അതിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നല്ല ഭംഗിയായിട്ട് നല്ല ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഫിനിഷിങ്ങോടുകൂടി പണിത ഒരു തുരങ്കമാണ്. നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റ് ലാഭിക്കാം എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം നമുക്ക് സമയം കുറവാണ്. കാരണം ഇതെല്ലാം പോയി കണ്ടിട്ട് തിരിച്ച് വൈകുന്നേരം വേറെ എയർപോർട്ടിൽ വരണം. അതും ഹാഗിയ സോഫിയയുടെ അവിടെ നിന്ന് നമുക്ക് ഏകദേശം ഒരു ½ ആൻ അവർ ഡ്രൈവ് ഉണ്ട്. അപ്പോൾ അതിന് മുമ്പ് അതെല്ലാം കണ്ട് ഫുഡൊക്കെ കഴിച്ച് വേണം നമുക്ക് ഫ്ലൈറ്റിൽ കയറാൻ. അതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പോൾ ആകാശം ഇച്ചിരി ക്ലൗഡിയാണ്, പക്ഷെ നല്ല വെയിലായിരുന്നു നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങിയ സമയത്തൊക്കെ. ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഓക്കെ ആയിരിക്കും. നമ്മളങ്ങനെ ഹാഗിയ സോഫിയയുടെ ഫ്രണ്ടിലെത്തി. ഇതൊക്കെ പഴയ നിർമ്മിതികളാണ് ഈ കാണുന്നത്. അതായത് മൊത്തം ടൂറിസ്റ്റ് സ്ഥലമാണ്. ഇതൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഈ ബാഗുണ്ട്, നമുക്ക് ട്രാൻസിറ്റ് വേണ്ടതുകൊണ്ട്. അപ്പോൾ ഈ ഇതൊന്നും കീപ്പ് ചെയ്യാനൊരു സ്ഥലമില്ല. ഇതുണ്ട്, ഇതുപോലെയുള്ള സ്തൂപങ്ങളൊക്കെയാണിത്. ഇത് അങ്ങേറ്റത്താ കാണുന്ന. അങ്ങനെ നമ്മളിവിടെ നടന്നപ്പോൾ ഒരു ഹോട്ടൽ കണ്ടു. ആ ഹോട്ടലിൽ കയറി ചോദിച്ചു പെട്ടി ഇവിടെ വയ്ക്കാൻ പറ്റുമെന്ന്. അപ്പോൾ പെട്ടി അവിടെ വെച്ചു. എന്നിട്ട് കുറച്ച് ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഇനി ഈ ഹോട്ടലിൻ്റെ ഇവിടെ നിന്ന് തന്നെ ഒരു 5 മിനിറ്റ് നടക്കാനുള്ളൂ. പിന്നെ തിരിച്ചു വരാനുള്ള എയർപോർട്ടിൽ പോകാനുള്ള ടാക്സി നമ്മൾ ഈ ഹോട്ടലുകാരനോട് പറഞ്ഞ് ബുക്ക് ചെയ്തു.